ഇന്നലെ 5 കട കൂർക്ക പറിച്ചു. 5 കട കൂർക്ക പറിച്ചിട്ടാണ് കട. അങ്ങനത്തെ കടകൾ 1 2 3 4 തെളിവ് അടക്കം ചേട്ടൻ കാണിച്ചിട്ടുണ്ട് 5 കടകള്. അപ്പൊ ഇഷ്ടം പോലെ നമുക്കൊരു ഉപ്പേരി വയ്ക്കാനുള്ളത് കിട്ടിയിട്ടാ. ചെറിയ കുക്കർ നിറച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ കൂട്ടാൻ ചേക്കുവിന് കിട്ടിയില്ലേ? ഇപ്പൊ ഇനി പറിക്കണത് എന്തുട്ടിനാ വേണ്ടിട്ടാന്നറിയോ? നോക്കിയേ, ഇപ്പൊ പറയണത് ഇവിടെ ഇട്ടാ മതി. അവിടെ എവിടെയെങ്കിലും ഇട്. ചട്ടി സജീവനും പിന്നെ സരിതര വീട്ടിലേക്കും കൂടിയിട്ടാണ്. ഇന്നേ കണ്ണംകുളങ്ങര പള്ളി പെരുന്നാളാ, ഞങ്ങൾ അങ്ങോട്ട് പോവാ. അയ്യോ ഇതൊക്കെ നാശായി പോയിട്ട് നോക്കി ചേട്ടാ. നാശായി പോണതല്ല, കണ്ട എന്തൊരു വലിയ മണികളാ. അല്ല അത് നാശായി പോവാ, അത് നോക്കണ്ട. വലിയ മണികള് അത് കളഞ്ഞോ? നല്ല മണികൾ എടുത്തിട്ടോ തീരായിട്ട്. അല്ല നല്ല മണികൾ ഞാൻ എടുക്കണ്ട്. നീ എന്തിനാ കാണിക്കുന്നു? വീണ നല്ല ഭാഗമായിരുന്നത്. ബാലൻസ് അടുത്തത് പറയുന്നു കേട്ടോ. വരട്ടാ. കൂർക്ക നമ്മുടെ അവിടെ ഉണ്ടാവില്ല, വാഴില്ല എന്നുള്ളതിന്. വാഴും ഇതാടാ നോക്കിയേ. വാഴില്ല എന്നുള്ളതിനല്ല, വാഴും എന്നുള്ളതന്നെ. മറ്റേ സാധാരണ കൂർക്ക നമ്മൾക്ക് വെക്കുമ്പോ ഉണ്ടാവാറില്ല കേട്ടാ, അതൊരു സത്യം തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം ചേട്ടൻ എല്ലാം കൃത്യമായിട്ടാണ് ചെയ്തത്. ഒരു കടയിൽ നിന്ന് ഇത്ര കിട്ടി കണ്ട, ഒരു കട പറിച്ചിട്ടില്ല, അതിന്റെ വലിയ 2 ചീഞ്ഞു പോയി. ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പൊ മോശമായില്ല, മനസ്സിലായില്ലേ? കൃത്യമായിട്ടുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും, മനസ്സിലായില്ലേ? കൃത്യമായ രീതിയിൽ ഞാൻ നോക്കണത്. ഇപ്പൊ അങ്ങനെ നോക്കി ഇത്രയും നാള് ചെയ്യാറില്ല. അത് വളം ഇടേണ്ട സമയത്ത് വളം ഇടില്ല. ഞങ്ങള് തമ്മിൽ നിന്നിട്ട് വഴക്കാ. ചില കൂർക്കകള് തലപ്പ് മാത്രം അങ്ങനെ നീണ്ടു പോകും. അതുപോലെ കുറ്റല്ല. അത് ശരിയാണ്. ചില സൈസ് നമ്മള് നന്നായി നോക്കിയാലും ഉണ്ടാവാറില്ല. അതും ഉണ്ട് കേട്ടാ, സത്യാണ്. അപ്പൊ പിന്നെ നമ്മള് എന്ത് ചെയ്യത്? അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, അതിന് ചേട്ടനെ ഞാൻ കുറ്റം പറയില്ല. ചില കാര്യങ്ങളിൽ തന്നെ 99.99% കാര്യങ്ങളിൽ തന്നെ കുറ്റം പറയാം. കാരണം പിഴവുകളുണ്ട്, നമ്മളതുപോലെയല്ല ചെയ്യണത്. പക്ഷെ ആ 0.1% പിന്നെ ഇനി ഇവിടെ എന്തുട്ടറിയോ ഒരു കാര്യം എനിക്ക് തോന്നുന്നു ചേട്ടാ, നമ്മുടെ ഈ മണ്ണ് ഭയങ്കരമായിട്ട് ഉറയ്ക്കണു. ഈ കൂർക്കര തടത്തിലത്തെ മണ്ണില്ലേ, അത് ഉറച്ചിട്ടില്ല. അത് നല്ല കണ്ട പൊടിപ്പൊടിയായിട്ട് തൊടുമ്പളേക്കും കണ്ട അങ്ങനെ ഇതാവുണ്ട്. അതും ഒരു കാരണമായിരിക്കും കേട്ടാ നന്നായിട്ട്. പക്ഷെ ചില ഈ ഇതുണ്ടല്ലോ, ചിലതിന്റെ കട അതൊക്കെ ഇങ്ങനെ ഉറച്ചിട്ടേ പാറ പോലെ ഉറച്ചിട്ടാ എടുക്കണേ. അഞ്ച് കട മതി ഒരെണ്ണം. അല്ല ഒരാൾക്കേ 5 കട ഇന്ന് വേണ്ട, ആവശ്യത്തിന് പറിക്കാലോ. അല്ലാണ്ട് വെറുതെ തോന്നിയ പോലെ പറിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും നല്ല ഇഷ്ടാ സജീവിന് കൂർക്ക. എല്ലാവർക്കും കൂർക്ക ഭയങ്കര ഇഷ്ടം തന്നെയാണ്. അല്ലാന്ന് അപ്പൊ അതുകൊണ്ട് 5 കടയിൽ നിർത്തണ്ട. നമ്മള് 3 പേർക്ക് നമ്മൾ 5 കട കൂട്ടാൻ വെച്ചു. അല്ല ആവശ്യത്തിന് പറിക്കാന്ന്. നല്ല ഉഗ്ര മണികൾ കണ്ട നോക്കിയേ, എന്തൊരു ബെസ്റ്റ് മണിയാ നോക്കിയേ, കണ്ട ഉഗ്ര മണികളാ. നമ്മൾ സാധാരണ കൂർക്ക എങ്ങനെ കൃഷി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ഇടും. അങ്ങനെ കൂർക്ക കൃഷി ചെയ്യണത് വരെ കാണിക്കാറുള്ളൂ, വിളവെടുപ്പ് ഒരിക്കലും കാണിക്കാറില്ല. വിളവെടുക്കാൻ സാധനം ഉണ്ടായിട്ട് വേണ്ട, നമ്മളെന്താ പറയേണ്ട ആവശ്യം. എനിക്ക് കൂർക്ക നമ്മള് അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടിട്ട് 2 കടയുണ്ട് വെച്ചിട്ട് അതിന്റെ അടിയിലാണ്ട് വെച്ചിട്ട് പിന്നീട് പറിച്ച് കാണിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് അങ്ങനത്തെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം, നല്ല സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂട്ടാ, ഒറിജിനലിനെ വെല്ലുന്നത്. പക്ഷെ ഒരു തടം മുഴുവൻ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു കൂട്ടാന് കിട്ടാറില്ല. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. സാധാരണ എന്നെ പിടിച്ചിട്ട് അതിലിടാറാണ് പതിവ്. അതെ, ഇപ്പം ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി കാണിക്കുകയാണ്. അജൂസ് വേൾഡ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു കൂർക്ക പറക്കൽ.
കൂർക്ക വിളവെടുപ്പ്. കുറെ പേർക്കൊന്നും കൂർക്ക എന്തിട്ടാന്ന് അറിയില്ല എന്ന് പറയുമ്പോഴായിരിക്കും അത്ഭുതം. കൂർക്ക കഴിച്ചിട്ടില്ല എന്നേ വരയ്ക്കുന്നേ. കൂർക്ക കൂർക്ക കഴിച്ചു കഴിഞ്ഞാലേ ഈ നട്ട സാധനങ്ങളിലല്ലേ, നടുന്ന സാധനങ്ങളില് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടേസ്റ്റ് കൂർക്ക തന്നെയാണ്. നടന്ന സാധനം മീൻസ് മണ്ണിന്റെ അടിയില് ഭൂമിയുടെ അടിയിലുണ്ടാവണ സാധനങ്ങളില് ചേന, കാവത്ത്, കൊള്ളി, കപ്പ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ, നടു സാധനങ്ങള്, ചേമ്പ്, പണ്ട കൈമുറിക്കാറ അതിന്റെ അടുത്തരുത്. അതിലെ ഏറ്റവും ടേസ്റ്റ് കൂർക്കയാണെന്ന് ഞാൻ പറയും. കൂർക്കയാണെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം പറയാ എല്ലാവർക്കും പലർക്കും പല ഇഷ്ടമായിരിക്കും. അല്ല, പല രാജ്യങ്ങൾ പല പല വിത്തുകൾ ഇതുകളുണ്ടാവും. ഇതിനെനിക്ക് മണം കുറവ് പോലെ തോന്നും. സാധാരണ കൂർക്കയ്ക്ക് ഇങ്ങനെ പറിക്കുമ്പോഴൊക്കെ ഒരു നല്ല മണം കുറെ ദൂരത്തേക്ക് വരും. പക്ഷെ ഇതിന് അത്രയ്ക്ക് മണമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല, അമ്പചട്ടിന്നല്ല. ജൈവത്തിന് മണം കൂടുക ചെയ്യാ. നമ്മള് മുന്നൊക്കെ കൃഷി ചെയ്യുമ്പോ മണത്തിനൊരു കുറവുണ്ടാവാറില്ലേ സാധനം ഇല്ലെങ്കിലും? ഭയങ്കര മണായിരിക്കും അതിന്റെ അടുത്തൂടെ വരുമ്പോ തന്നെ. അല്ല ചേട്ടൻ ഇന്നലെ പോത്തും കൂർക്കയായിരുന്നു തോന്നുന്നുണ്ട്. ഇന്ന് അവിടെ ഞങ്ങൾ കാലത്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ കുറെ സമയം അല്ല ചേട്ടൻ്റെ ബെഞ്ചും വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ ചെറിയേട്ടനും ചേച്ചിയും, ഞങ്ങൾ എല്ലാം ചേട്ടനും ചേച്ചിയൊക്കെ. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചിയോട്, ഞായറാഴ്ചയായിട്ട് ഇറച്ചി വാങ്ങിച്ചില്ലേ? അപ്പം ഇന്നലെ വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ട് ഇത്ര. ഞാനേ രായിന്ന് ഫോൺ വിളിച്ചോട്ടെ സരിത. എന്ത് കൂർക്ക വേണം ചിലപ്പോ അവർക്ക്. അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലോ, വാങ്ങിച്ചിട്ട് പിന്നെ പറിച്ചാൽ മതി പറഞ്ഞാലോ? ആവശ്യത്തിന് പറിച്ചാ പോരെ, വെറുതെ പറിച്ചിട്ടുണ്ടെങ്കിലോ ഒന്നല്ലേ. അപ്പൊ ഇത് വീട്ടിൽ കൊണ്ടുപോവാ. അപ്പൊ വിളിച്ചു നോക്ക്. അവൾക്ക് വേണം നമ്മുടെ കൂർക്ക. പിന്നെ അപ്പൊ ഇത് മതിയാ? ഒരു കടയും കൂടി പറിച്ചോ. വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് മതി കൊണ്ടുപോലെ. ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലേക്കേ വിളിച്ചു നോക്കി, അമ്മയ്ക്ക് ഒഴിവുണ്ടോ നോക്കി. എന്നിട്ട് കൂർക്കയ്ക്ക് ഒഴിവുണ്ടോന്നല്ല, കൂർക്ക കൊണ്ടുവന്നു. ചിലപ്പോൾ അവിടെ ചവിട്ടാനും കൂട്ടാനും നേരം ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ കൂർക്ക ചവിട്ടാനും നിൽക്കണില്ലേ, വാങ്ങിക്കാനും നിൽക്കണില്ലേ. മറ്റേ സാധനം തൊലിവ് കളഞ്ഞത് ഓറയിൽ ചെന്ന് കടയിൽ റെഡിയിൽ കിട്ടും. അവിടേക്ക് കൂർക്ക വേണ്ടി വരും. വേണ്ടെന്ന് പറയില്ല എന്തായാലും. അല്ല ഞാൻ ചോദിച്ചിട്ടില്ലേ. അല്ല, ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇതൊന്നും നടക്കില്ല. ചിക്കനും ബീഫാ അങ്ങനെ. അല്ല, ചിക്കനും കൊള്ളിയാ. കൂർക്ക നന്നാക്കാൻ പണിയില്ല, ഉണ്ടാക്കണ്ടെന്ന് തോന്നുന്നു. കൂർക്ക കൊറേ നന്നാക്കണ്ട ഉണ്ണിയെ. എളുപ്പല്ല. മതിയില്ലേ? മതിയാ? ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. കവർ വലുത് എടുക്കണ്ട. കവർ ചട്ടിയിൽ തന്നെ കൊണ്ടുപോയി മതി. ഇതാട്ടാ. അപ്പം നമ്മുടെ ഇത്രയ്ക്ക് മതി അവർക്ക്, 4 പേർക്ക്. ഇത് ഇഷ്ടം പോയിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പറിക്കാമല്ലോ. ആവശ്യത്തിന് പറിച്ചു കൊടുക്കാം. കൂർക്ക സജീവൻ പീടിയെന്ന് വാങ്ങിച്ചു കൊടുന്നു ഇത്ര. അത് വാങ്ങിച്ചു കൊടുത്ത് തൊലിയടക്കം കളഞ്ഞിട്ടുള്ളത്. അത് ഈ മറ്റേ കൂട്ടാൻ വെച്ചിട്ട് മിന്നുവിന് ഇഷ്ടപ്പെട്ടില്ല, പൊന്നൂസിന് ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചില്ലെന്ന് പകുതി. ഒരു രസമില്ലെന്ന്. ചിലപ്പോ 2 ദിവസം മുന്നേ നന്നാക്കിട്ടിരിക്കണതോ. അല്ല ചേട്ടനെ ഇപ്പൊ കുറച്ച് ദിവസം ഇല്ലെന്ന് തോന്നൂല്ലേ പണി? 2 ദിവസമായിട്ട്
ആ 2 ദിവസം കൊണ്ട് കുറച്ചൊക്കെ ഇത് നട്ടിട്ടുണ്ട് കേട്ടാ. അവിടെ പണം തരുന്നത് മുഴുവൻ അവിടെ ചെയ്യുമ്പോ അയ്യോ ഇവിടെ ചെയ്യണ്ടേ, എന്നാലല്ലേ നമ്മളുടെ ഇവിടെ നല്ല ഭംഗിയിലെടുക്കുമ്പോ ഇവിടെ കാട് പിടിച്ചു. ഇവിടെ ഒരാഴ്ച ചേട്ട കിടക്കണ്ട കാട് ആകെ പല്ലിന്റെ പ്രശ്നത്തിന്റെ ഇതില് കൊറേ ഇത് സംഭവിച്ചു, നഷ്ടങ്ങൾ സംഭവിച്ചു. നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ല നമുക്കുള്ള പച്ചക്കറികൾ തൈകളും തൊട്ട് സാധാരണ നടന്നില്ല. മറ്റേ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നട്ടാ അതന്നെ ആന്റി അത് പോയി. അല്ല അതിങ്ങനെ ചുക്കിലി പോലെ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്. വേറെ തൈ വാങ്ങിച്ച് നടേണ്ടി വരും അല്ലേ? തൈ വാങ്ങിക്കാൻ പോണം. കുമ്പളങ്ങ മത്തങ്ങയ്ക്ക് ഇങ്ങനെ നട്ട് പന്തലമ്മക്ക് കയറാറാവണല്ലോ. കുമ്പളക്ക് അങ്ങനെ എല്ലതും അവിടെയും നട്ട് ഒരു മാസം ബാലൻസ് കിട്ടിയല്ലേ 4 ദിവസം അടുപ്പിച്ച വേഗനുള്ളത്. അതെ കെടുപ്പിലായനെ ഉച്ചരിഞ്ഞോട്ട് 3 ദിവസം കൊക്കാലിയും 1 ദിവസം പണി സ്ഥലത്താ. ഇന്ന് ഉച്ചരിഞ്ഞോട്ട് ഞാൻ ഫോൺ കൈ പിടിച്ചു. ഉച്ചരിഞ്ഞ് പണിക്ക് പോകേണ്ടതാ. 4 മണിക്ക് വണ്ടി കാണിക്കുന്നത്. 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടി നമ്മുടെ ട്രാക്കിലേക്ക് എത്തുമ്പോ ചിലപ്പോ 1 മണിക്കൂറും കൂടി പിടിക്കാം. 5 മണി ഇന്ന് അധികം എടുക്കില്ല. 5 മണി കഴിഞ്ഞ് എടുക്കാൻ പാടില്ലേ? 7 മണി വരെ. 7 മണി കഴിഞ്ഞാൽ ഓവർ ടൈം കൊടുക്കണം. 1.5 കൊടുക്കണേ. ഒരു ചാക്കിന് ഇപ്പൊ പകുതിയും കൂടി കൂടുതൽ കൊടുക്കണം. അപ്പൊ അവർ കൊടുക്കില്ല. നഷ്ടമല്ലേ. അപ്പൊ 4 ദിവസം പണിയാണ്, പുരിഞ്ഞ പണിയാ. അത് വെള്ളത്തിലായനെ ചേട്ടന്റെ ഊഞ്ഞാലാട്ടം. നീ വീണ്ടും കൂർക്ക പറിക്കുമ്പോ സരിതമ്മക്ക് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് കൊണ്ടുവരാന്ന്. അവിടെ അല്ല കാലങ്ങൾ മാറി. ആൾക്കാർ ഇപ്പൊ വീട്ടില് നന്നാക്കല് അവിടെ ശരി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവര് വേണ്ടെന്ന് പറയൂലേ. ചിലപ്പോ അപ്പുറത്തേക്ക് എടുത്ത് കളയുന്ന വീടുകളുണ്ട്. ഒരു വട്ടം ഉണ്ടായി. കൊള്ളിയെ ഭയങ്കര ഇഷ്ടം അവിടെ. അച്ഛന് ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്കും ഇഷ്ടാ, എല്ലാവർക്കും ഇഷ്ടാ. കൊള്ളി ഇവിടുന്ന് പറിച്ചിട്ട് കൊറേ ഉണ്ടായിരുന്നു. കൊണ്ടുപോയിപ്പോ അന്ന് കാലത്ത് അച്ഛൻ 10 കിലോനെ അങ്ങോട്ട് വാങ്ങിച്ചോണ്ടേക്കണം കൊള്ളി. ഞാൻ വിളിച്ചു ചോദിച്ചൊന്നു അവിടെ ഇഷ്ടാണല്ലോ വെച്ചിട്ട് കൊണ്ടായതാ. അപ്പൊ അത് കാരണം ഞാൻ ഇനിയിപ്പൊ അതുപോലെ ഇനി കൂർക്കിനെ അവിടെ വല്ല 5-10 കിലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചതാ. അപ്പൊ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു എന്തിട്ട് ചോദിക്കാളെ അങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ കൂർക്ക വീണ്ടും പറിക്കാം. ഒരു 5-6 കടയും കൂടി പറിക്കാം. വിളിച്ചോ. അപ്പൊ ശരി പറിക്കട്ടെ. ചലോ കൂർക്ക തരാം. അപ്പൊ പറക്കാനായിട്ട് നല്ല പിക്കാസ് കൊണ്ട് പോത്തില്ല നല്ലത്. അല്ല ഇതാണ് കറക്റ്റ്. കണ്ട ഒറ്റടിക്കാണ്ട് പോന്നു. ഇതിന്റെ കട ഇതിന്റെ കടക്ക് നല്ല മണികളും വലുപ്പുള്ള മണികളാ. മണല് ഭൂമിയായിട്ട് ഇതില്ലേ അതിപ്പോ നോക്കിയാൽ 2-3 മണി വലിയ ഇതിന്റെ ഒരു കടയിലേ. പിന്നൊന്നും വലിയ ഇതില്ല. അങ്ങനെയാണല്ല കുറ്റി മണികളാണ്. ഇതല്ല ഫസ്റ്റ് നട്ട തടാം. അതാ ഫസ്റ്റ് നട്ട തടാം. മരം പോലത്തെ സാധനല്ലേ. പക്ഷെ കനത്തില് കാണൂല്ലോ അമ്മയ്ക്ക്. അല്ല അങ്ങനെ ആയിട്ട് എന്താ കാര്യം? ആവശ്യത്തിനല്ലേ, ഉപയോഗിക്കാനുള്ളതല്ലേ പറ്റും. ചെറുമണിയില്ല നല്ല വലിപ്പുണ്ടല്ലോ. വലിപ്പുള്ളതാ. മന്ത് പെട്ടെന്ന് വരും. മന്ത് വരണെങ്കിൽ ഒരു മഴ പെയ്യും. ഇപ്പൊ ഇതിപ്പോ മണി വരുന്നത്. ഇനി ഒരു മഴ പെയ്ത് കഴിഞ്ഞാല് പിന്നെ വാണം വെച്ച പോലെ മന്ത് വരും. അതന്നെ മന്ത് വരണ പോലത്തെ മണികളല്ലേ ഇത് കാണുമ്പോ തന്നെ. ഇതില് 10 മണി നന്നാക്കിയ ഒരു പെരി. അതന്നെ വലിയ വലിയ മണികൾ. പുണ്യാണ് നീന്ന് നല്ല കൈക്കൊണ്ട് മുന്നിലാണ് വന്നിട്ട്. ഇത് വെച്ചിട്ടുള്ള കളി നിന്നെ നോക്കാൻ പറ്റുമോ? നമ്മള് നോക്കിട്ട് തന്നെ ചെയ്യില്ല. നോക്കിയാ ഇതിന്റെ കടയ്ക്ക് നോക്കിയാ നല്ല പോയിന്റ് മണ്ണുണ്ടാവണം. എനിക്ക് അടുത്ത് നിന്നിട്ട് ഇതിന് ചെയ്തിട്ട് പിടിക്കുക. അപ്പോഴുള്ള വലിയ മണിയാണ്. നല്ല വലിപ്പ മണികളാണ്. ഒരു വളമില്ലാണ്ട്. വളം തൊട്ടിട്ടാണ് ചാണപ്പൊടിയാ. മറ്റേ ഈ കപ്പലണ്ടി പിണ്ണാക്കും. ചാണപ്പൊടി ഇട്ടിട്ടില്ലേ? കപ്പലണ്ടി പിണ്ണാക്കും, വേപ്പും പിണ്ണാക്കും. പിന്നെ അതിനുള്ളൂ അല്ല നമ്മൾ വെച്ചത് ഓർമ്മയില്ല. വെണ്ണൂറ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് ഉണ്ട പോലെ നിൽക്കും. അതിൽ വെള്ളം നിൽക്കും. വെള്ളം ടേസ്റ്റ് ഉണ്ടാവില്ല.
ചേനര പോലെയല്ല. നമുക്ക് പൊളങ്ങൾ വരില്ലേ മറ്റേ പണ്ട് കാലത്ത്, നിനക്ക് അറിയില്ലേ പണ്ട് കാലത്ത് ഈ ചോറിയും ചരങ്ങൊക്കെ വരും. ആ അപ്പൊ പൊളങ്ങൾ വരും, മുട്ടുമ്പിലും ഇതിലൊക്കെ ഇവിടെയൊക്കെ വരും പൊളങ്ങൾ. അതിനുള്ളിൽ നിറയെ വെള്ളം പോയിരിക്കും. അതുപോലത്തെ സാധനം തന്നെ ഇത് ചലം പോലത്തെ വെള്ളം കൂർക്കമ്മീൻ്റെ അതാണ് കൂർക്ക. എൻ്റെ അമ്മേ ഇത് പുളിയുറുമ്പ കട്ടുറുമ്പ് അമ്പ ഇഷ്ടം പോലെ ആ ഒരു കടയും കൂടി മതി ഒരു വീട്ടിലേക്കുള്ളതായി. ഒരു വീട്ടിലേക്ക് എനിക്ക് 3 പ്രാവശ്യം ഉപ്പേരി കൂട്ടാൻ വെക്കാനുള്ളതായി. കടല് നന്നായിട്ടുണ്ടാവും കൊള്ളിക്കട. അല്ല ചേട്ടാ, സുമോ കൊള്ളി ഒന്നും കിട്ടിയില്ല ചേട്ടാ, ഒക്കെ ചീഞ്ഞു പോയിന്ന്. അതെ, പക്ഷെ കിട്ടിയത് അപാര ടേസ്റ്റ് ആയിരുന്നു. കിട്ടിയതില്ലേ? നമ്മുടെ സുമാന നോക്കണ്ട, ഇതാണ് നമ്മുടെ സുമ, ഇതാണ് നമ്മുടെ സുമ. പക്ഷെ ഈ സുമയില്ലേ, ഈ സുമ ഇതുമ്പോ നമുക്ക് കയറിക്കാൻ പറ്റില്ല. പക്ഷെ അവര് വെച്ചിട്ട സുമയില്ലേ, അതിനിങ്ങനെ ചില്ലകൾ നിറച്ച് വരും. അതിന്മേ നമുക്ക് തണ്ടുമ്പോ കയറിയിരിക്കാം. അത്ര ബല. ആ ഈ സുമ പറ്റുന്നില്ല. വേണ്ട കയ്യിൽ നിന്ന് മുറിക്കല്ലേ. അത് കേറിയിരിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, കടക്കുണ്ടായാ മതി. കയറില്ല. അതിന് കടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 35 കിലോനൊക്കെ ഉണ്ടാവാ ഒരു കടക്കില്. 35, 36, 40 കിലോനൊക്കെ. അല്ല ചേട്ടൻ അതിന് ഭയങ്കര കുഴിയെടുത്തില്ലേ, വണ്ടം കുഴിയെടുത്ത് ചവറും. അവരതിന് മുകളിലാണ്, വെള്ളം നിക്കണ സ്ഥലല്ലേ. അവരെ കൊള്ളി കഴിഞ്ഞിട്ടില്ലേ ഭൂമിയുടെ നിരപ്പ്. എന്നിട്ട് അതിന്റെ മുകളിലാണ് നടുന്നത്. എന്നിട്ട് മണ്ണ് ഇങ്ങനെ കൂട്ടി വരുന്നത്. എന്നിട്ട് ഈ പറക്കണ ടൈം എങ്ങനെയാണെന്നറിയോ, അതുമ്പോഴേക്ക് ശക്തിയിൽ മോട്ടർ അടിക്കും. കൊള്ളിക്ക് ഒരു നേരിയ പരിക്ക് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ തട്ടുകടക്കാര് ഹോട്ടലുകാർ എടുക്കില്ലേ, അപ്പൊ വെള്ളം അടിച്ചിട്ട് അത് മുറിയില്ലേ. അപ്പൊ അങ്ങനെ പറ്റില്ല. അപ്പൊ മോട്ടർ അടിക്കും, ഇങ്ങനെ വലിയ ശക്തിയിൽ മോട്ടർ അടിച്ചിട്ട് അതിനുണ്ട് മണ്ണ് മാറ്റിട്ട് മാറ്റി എടുക്കും. അങ്ങനെ പറക്കവര് അങ്ങനെയാണ് എടുക്ക. അല്ലാണ്ട് രണ്ട് തടം സാധന്നെ ഒരു അതന്നെയാന്ന് വിചാരിക്കണേ. സാധാരണ ഒരു തേങ്ങ ഉണ്ടാവാറില്ല. പ്രാവശ്യം കൂർക്കയുടെ കാര്യത്തിൽ മനസ്സ് നിറഞ്ഞു. തൃശ്ശൂർക്കാർക്ക് കൂർക്ക ഒരു വികാരമാണ്. വേണ്ട കൈ മുറിക്കുമ്പോ നമ്മുടെ ഒരു നെവിൻ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. ആള് തൃശ്ശൂർക്കാരനല്ലേ, എടപ്പള്ളിയിൽ താമസായിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. ആളെ മാവിന്റെ തളിരലകൾ വെട്ടിട്ടോണ്ടിരിക്കുകയാണ്, കണ്ട വീണോണ്ടിരിക്കണ എപ്പോഴും. മാവ് ഇപ്പൊ കൂമ്പെടുത്തുണ്ടേ വീണോണ്ടിരിക്കുക. വീട്ടെ ആരെങ്ങനെ വെട്ടിയിടണ ആളല്ലേ അതിനെ പറഞ്ഞത് മറ്റേ സാധനമായിരിക്കും. അതായത് നെവിൻ ഫെർണാണ്ടസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ആ സൈഡിലേക്ക് നിങ്ങൾ നോക്കുമ്പോ രാത്രിയുടെ ഏത് സമയങ്ങളിൽ നോക്കുമ്പോ ഏതോ 2 കണ്ണുകളാണ് പേടിപ്പിക്കുന്ന ഒരു സംഗതി, പേടിപ്പിക്കുന്ന. അപ്പൊ ഞങ്ങൾക്ക് പേടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം സംഗതി പറഞ്ഞത് കേട്ടാ. അല്ല അതിൽ കൂടെ തേർവാഴ്ച അന്ന് നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ കമന്റ് ഇട്ടതാണ്. അവിടെ നമ്മുടെ അച്ഛനൊക്കെ പണ്ട് കാലത്ത് വോട്ട് കമ്മിറ്റി പണിയുന്ന സമയത്ത്, അപ്പോൾ ഒരു വോട്ട് കമ്മിറ്റി അവിടെ സെന്റ് ബിയൂസ് എന്ന് പറഞ്ഞൊരു വോട്ട് കമ്മിറ്റി. അതായത് ഈ വശത്തെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയിട്ടുള്ള ചിമ്മിനി ഉണ്ട്. ഇതിങ്ങനെ
പുകക്കുഴലില്ലേ ഞാൻ ചിമ്മി എന്ന് പറയാം 131 അടിയാണ് അതിൻ്റെ ഉയരം 131 അടി ഉയരമുള്ള ഒരു പുകക്കുഴലാണ് അതിൻ്റെ അതൊരു 13 നില കെട്ടിടത്തിൻ്റെ അത്രയ്ക്ക് ഉയരം. അപ്പോൾ ഈ ഓട്ട് കമ്മിറ്റിയുടെ ഈ ചൂള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊരു പുകക്കുഴൽ, ഇതിങ്ങനെ പുകക്കുഴൽ. അപ്പോൾ ഈ പുകക്കുഴലിൻ്റെ ഇങ്ങനെയുണ്ട്. ഈ പുകക്കുഴലിലൂടെ ഞാൻ പുകക്കുഴൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റൂമുകളുണ്ടാവും, കുറേ റൂമുകൾ. അതായത് ഈ സൈഡിൽ 6 റൂമുകൾ, ഈ സൈഡിൽ 6 റൂമുകൾ. ഇതിനൊക്കെ ചെറിയ ചെറിയ വാതിലുകളുണ്ടാവും. ഈ ഓരോ റൂമുകളിലാണ് 8,000-10,000 ഓടുകൾ അടക്കി വയ്ക്കുക. ഈ സൈഡിൽ ഒരു വിറകിടുന്ന സാധനം ഉണ്ടാവും, വിറക് തീ കത്തിച്ചിട്ട് അപ്പോഴാണ് ഈ ഓട് വേവുക. അപ്പോൾ ഇതിൽ കൂടെ വരുന്ന ഈ പുകയൊക്കെ മുഴുവൻ ഈ കുഴലി കൂടെ ഇങ്ങോട്ട് പോകും. അപ്പോൾ പണ്ട് കാലത്തുള്ളവർക്കറിയാം, ഈ ആമ്പല്ലൂർ ഒല്ലൂർ വശത്തോടെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നിറയെ മറ്റേ ഈ ജുറാസിക് പാർക്കിൽ മറ്റേ ദിനോസറുകൾ തലപൊക്കിയ പോലെ ഇങ്ങനെ കുറേ പുകക്കുഴലുകൾ കാണാം. ഇപ്പോഴൊക്കെ സ്മാരകങ്ങളായി, ഒക്കെ കുറേ പൊളിച്ച് ഇതൊക്കെ പോയി. അപ്പോൾ പണ്ട് കാലത്തെ കാര്യം പറഞ്ഞിട്ടാ. അപ്പോൾ ഞങ്ങളൊക്കെ അപ്പോൾ ചെറിയേട്ടൻ സെൻറ്റ് പീയൂസ് എന്ന് പറഞ്ഞ ഓട്ടുകമ്മിൽ ഈ ഓട് ഉപയോഗിക്കാൻ പോയിരുന്നു. അച്ഛന് പകരമായിട്ട് പോയി കിടന്നു കേട്ടോ. അപ്പോൾ അവിടെ ലോനപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ. ലോനപ്പേട്ടൻ ഒരു ചെറിയൊരു ഒരു ഉയരം കുറഞ്ഞ മനുഷ്യനാണ്. നമ്മുടെ SK പൊറ്റക്കാടൊക്കെ കണ്ടിട്ടില്ലേ, ആളെ പറ്റിയിട്ടൊക്കെ എന്ത് രസകരമായിട്ട് കഥ എഴുതുന്ന പറയും. വർണ്ണിക്കൽ SK പൊറ്റക്കാടിൻ്റെ മറ്റേ ഈ ദേശത്തിൻ്റെ കഥയിലത്തെ പോലെ. അപ്പോൾ ഈ ലോനപ്പേട്ടൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയേട്ടന് ഓട് വേവിക്കുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇതിലേക്ക് വിറകിട്ടിട്ട് ഓട് വേവിക്കലാണ് പണി. ഈ ഓട് വേവിക്കുന്ന വിറക് കുറേ ദൂരത്തുനിന്ന് ഇങ്ങനത്തെ ഉന്തുവണ്ടിയിൽ കൊണ്ടുവരലാണ് ഈ ലോനപ്പേൻ്റെ പണി. അപ്പോൾ ഒരു റൂമിനുള്ള വിറക് എന്ന് പറഞ്ഞാൽ ചില്ലറയില്ല, ഒരു 6-7 മണിക്കൂർ നേരം 8 മണിക്കൂറോളം കത്തേണ്ട വിറക് വേണം. അപ്പോൾ അത്രയ്ക്ക് വലിയ റബ്ബറിൻ്റെ മറ്റേ ഈ പാഴ്വിറകുകളാണ്, വലിയ ഇത്രയ്ക്ക് പോകുന്ന പീസുകളാണ് വേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവരണം. ഈ ഉന്തുവണ്ടിയിൽ വലിച്ച് അടക്കായിട്ട് കൊണ്ടിട്ട് ഇതാണ് കാലത്ത് തുടങ്ങി. അത് വിറക് പെട്ടെന്ന് നല്ല സ്പീഡ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് അതിൻ്റെ വേഗം പോകാം. അപ്പോൾ ഒരു 6 രൂപ അങ്ങോട്ട് കൂലി കിട്ടും. ഇതാണ് ആളെ പണി. ലോനപ്പേട്ടൻ ലാമ്പിറ്റ വരാ. ഒരു ചോറും പാത്രം ഉണ്ട്, ഒരു കുഞ്ഞൊരു ചോറും പാത്രം ഉണ്ട്. ഇത് ഇങ്ങനെയുണ്ട് പതുക്കെ ഇങ്ങോട്ട് അതായത് ആൾ ഉയരം കുറഞ്ഞാൽ ഭയങ്കര കട്ടൻ ശരീരമാണ്, നല്ല ഇരുണ്ട് ഇതായിട്ടുള്ള കട്ടൻ ശരീരം. പക്ഷെ ശരീരം ഇതിങ്ങനെ പെണ്ണുങ്ങളെ പോലെ തുളുതുളുവാണ്, അല്ലാണ്ട് ഉറച്ചതല്ല. ശരിക്കും ഭയങ്കര ജിമ്മാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആളിങ്ങനെയായിട്ട് പതുക്കെ ഇങ്ങോട്ട് മരത്താരപ്പള്ളിയിൽ അവിടെയാണ് ആളെ വീട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പതുക്കെ ഇങ്ങോട്ട് നടന്ന് ചുറ്റുപാട്ടൊക്കെ നോക്കി നടന്നു വരും. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞ് പോകുമ്പോൾ ചെറിയേട്ടൻ നമ്മുടെ മൂന്ന് മുറി എന്ന് പറയും. 3 മുറിയൊക്കെ വേവിക്കുമ്പോൾ വരുമ്പോൾ രാത്രി ചിലപ്പോൾ 10, 11, 12 മണിക്ക് ആവും. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളും ഈ സമയത്തിന് പണി കഴിഞ്ഞ് പോവുക. സാധാരണ ഗതിയിലാണ് പെട്ടെന്ന് വിറക് അവിടെ നിന്ന് എടുത്തു കൊണ്ടിട്ട് പണി കഴിഞ്ഞ് പോവാം. ആളും ഒരുവിധം സമയവും പോകുമ്പോൾ. അപ്പോൾ പറഞ്ഞു വന്നിട്ട് ടെൻഷനില്ലേ, ഒരു ദിവസം ആള് വിറക് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ വിറക് ഇട്ടിട്ട് പിന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ ചെറിയേട്ടൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിമ്മിനി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ് ചിമ്മിനി. ഏകദേശം നമ്മുടെ അതിൻ്റെ വട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ മിറ്റത്തിൻ്റെ അത്രയ്ക്കിൻ്റെ വട്ടം അത്രയ്ക്ക് വലിപ്പമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മറയിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ലോനപ്പേട്ടൻ ഈ ഉന്തുവണ്ടി ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി, കാലി വണ്ടിയാണ് കേട്ടോ. കാലി വണ്ടി വലിച്ചു പോകുമ്പോൾ ചെറിയേട്ടൻ മറയെന്ന് പറഞ്ഞു, നിൽക്കെവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ ലോനപ്പേട്ടൻ രാത്രി സമയം കേട്ടോ, വൈകുന്നേരം രാത്രി സമയമാണ്, ഒരു 7 മണി സമയത്ത്. അപ്പോൾ ലോനപ്പേട്ടൻ ചുറ്റും നോക്കി, ധാരാളം കാരണം കമ്പനിയിൽ വിജനമാണ്. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പണിക്കാരും പോകും. ഒരു കമ്പനിയിൽ 100-150 ജോലിക്കാരുണ്ടാവും. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഈ ചൂളക്കാരനും ഓട് വയ്ക്കുന്ന ആളും ഈ പിയങ്ങരും മാത്രമല്ലോ. ലോനപ്പേട്ടൻ ഇങ്ങനെ നോക്കി, ആരപ്പാ. അപ്പോൾ ശബ്ദം ശബ്ദം കേട്ടാണ് ആൾ വണ്ടി ഉന്തി നീ പിടിക്കും, നിൽക്കെവിടെയെന്ന് പറഞ്ഞു. അപ്പം ആള് വീണ്ടും പേടിച്ചു. ചെറിയുടെ ശബ്ദം മാറ്റിയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒന്നും കേട്ടില്ല. അപ്പം ആള് ശബ്ദം കേൾക്കണ്ട വയ്ക്കേ അതങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ഓടമാണ്, നിൽക്കെവിടെയെന്ന് വീണ്ടും പറഞ്ഞു വഴിക്ക് ആൾ നിന്നു. അപ്പോൾ ലോനപ്പേട്ടൻ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ആരത്? അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാനാണ് പരമശിവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ലോനപ്പേട്ടൻ ചോദിച്ചു, ലോനപ്പേട്ടൻ മരിച്ചു പോയിട്ടാ, കുറച്ച് കൊല്ലായി.
പരമശിവനോ? അതാരാ? അപ്പൊ നീ കണ്ടിട്ടില്ലേ? പരമശിവനെ കണ്ടിട്ടില്ലേ? അങ്ങനെ ആളെ പേടിപ്പിച്ചില്ല. പിന്നെ ചേട്ടൻ പുറത്തേക്ക് വന്നു. അപ്പൊ ആൾ പേടിച്ചു, ശരിക്കും ആകെ പേടിച്ചു. അപ്പൊ അതൊന്ന് സംഭവം. അപ്പൊ ആളുകൾ പേടിപ്പിക്കാനായിട്ട് ഒരു സംഗതിനെ ഇപ്പൊ വിജനമായ സ്ഥലത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കില്ലേ? അപ്പൊ ആള് പിന്നെ പറഞ്ഞു വിട്ടെ, ഞാൻ പേടിച്ചു അങ്ങനെയെന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. ഈ ആള് രാത്രി 12:30 ആകുമ്പോഴേ പണി കഴിഞ്ഞിട്ട് ഈ ചോറും പാത്രം പിടിച്ച് ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് എയിലെന്നറിയോ? മരത്താകര പള്ളിയിലെ ശവക്കോട്ടയുണ്ട്, അതിന്റെ തൊട്ടപ്പോ നീട്ടുണ്ട് വീട്. അതിന്റെ മുന്നോടെ കൂളായിട്ട് ഇതും പിടിച്ച് രാത്രി 12-1 മണി നേരത്ത് ഇത് പണിയും കഴിഞ്ഞിട്ടേ, പണി എന്ന് പറഞ്ഞാൽ 6 വരെ പണി കഴിഞ്ഞിട്ടാണ് പോവുക. ആള് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാ അങ്ങനെ പാവം അങ്ങനെ ഒരു ജീവിതം കഴിച്ചു. പിന്നെ കഴിച്ചു. ആളെ മോളാണ് നമ്മുടെ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിടുന്നത്, മരുമാനും കൂടിയിട്ട്. ലോനപ്പേട്ടനെ കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് കമ്മിയിൽ നിന്നൊക്കെ പോകുന്നു, ചേരനൊക്കെ പോകുന്നു. അപ്പൊ ഒരു ദിവസം ലോനപ്പേട്ടൻ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ മണികണ്ഠൻ ലോനപ്പേട്ടനെ കണ്ടുവിട്ടാ. അപ്പൊ ലോനപ്പേട്ടൻ എല്ലാവരും അറിയും. ലോനപ്പേട്ടനെ അറിയാത്ത അവിടെ ഇല്ല, എല്ലാവരും അറിയും. ഈ മെല്ലെ പോക്കുന്ന ആളെ സൈക്കിളും ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ അറിയോ ചേരേട്ടൻ. ഏറ്റവും വലിയ തമാശയ്ക്ക് ആള് അന്ന് പണ്ട് കാലത്ത് സൈക്കിളാണല്ലോ. എല്ലായിടത്തേക്കും പോവാണെങ്കിൽ ചേരേട്ടൻ ഭയങ്കര സന്തോഷ സഹചാരിയാണ് കേട്ടോ. ചേരേട്ടൻ്റെ ഭയങ്കര ചേരേട്ടൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ സൈക്കിളുമ്മ പോകുമ്പോൾ ചേരേട്ടൻ മുന്നിലാണ് ഇരിക്കുക ആള്. ഈ മനുഷ്യൻ മുന്നിലിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ സൈക്കിളിന്റെ തണ്ടും ഇരിക്കുമ്പോ ഇതിങ്ങനെ കാലി തിരിച്ചിരിക്കല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ കാലി ഇങ്ങനെ നിൽക്കണ്ടേ, അടിയിരിക്കണം. കാരണം വെച്ചാൽ വല്ലവരൊക്കെ നടന്നു പോകണേ അവർ മേത്ത് കിട്ടില്ല. അപ്പൊ ലോനപ്പേട്ട മര്യാദയ്ക്ക് ശരിക്കും ഇരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഇങ്ങനെ കാല് നീട്ടിയിരിക്കല്ലോ. അപ്പൊ ഒരു ദിവസം സൈക്കിൾ ചവിട്ടി നേരെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തോടെ കൊണ്ടുപോയി അതൊന്ന് ഇടിച്ചു. അതിന് ചേട്ടാ ആള് കാല് ചുരുക്കി. ചില അനുഭവങ്ങൾ ഉണ്ടാവണ ആൾക്ക്. ആള് അപ്പൊ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം കമ്മിയിലത്തെ പണിയൊക്കെ ആൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മണികണ്ഠൻ നമ്മുടെ സ്വർണ്ണപ്പണിയിലത്തെ മണികണ്ഠൻ, മരത്തേറുള്ള മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ലോനപ്പേട്ടൻ 2 കുടം വെള്ളമായിട്ട് 2 കുടം ഈ പൈപ്പിൽ നിന്ന്, അന്ന് പഞ്ചായത്ത് പൈപ്പ് ഉണ്ടാവില്ല റോഡ് സൈഡിൽ. അപ്പോൾ അതിന് 2 കുടത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട്, വലിയ കുടം വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നടന്ന് വരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ മണികണ്ഠൻ കണ്ട വഴിക്ക് മണികണ്ഠൻ ചോദിച്ചു, ലോനപ്പേട്ട എന്ന് പറഞ്ഞ് വിളിച്ച വഴിക്ക് ആള് കുടം നിലത്തേട് വെച്ചു. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലാണ്, ഇപ്പോഴൊരു അറിയുന്ന അറിയില്ല, പണ്ട് പറഞ്ഞിട്ടില്ലാണ്. കുടം കണ്ട് നിലത്തിക്കാണ്ട് വെച്ചു. എന്ത് പറയണെന്ന് പറഞ്ഞപ്പോൾ ലോനപ്പേട്ടൻ ഈ കുടം എടുത്തിട്ട് ഈ കുടം വെള്ളം എടുത്തിട്ടാ. എന്നിട്ട് വയർപ്പ് അങ്ങോട്ട് തുടച്ചിട്ട് ഈ കുടം ഇങ്ങനെ കയ്യിലുണ്ട്. എന്നിട്ട് വയർപ്പ് തുടച്ചിട്ട് പറയാ, പണ്ടത്തെ പോലെ വയ്യ മോനെ. പണ്ടത്തെ പോലെ അല്ല, പണ്ടത്തെ പോലെ ആരോഗ്യൊന്നുമില്ലാന്ന്. ഇതിങ്ങനെ കുടം എടുത്തിട്ടേ ഇങ്ങനെ കുടം വെള്ളം അടക്കം ഇങ്ങനെ. പണ്ടത്തെ പോലെ ആരോഗ്യൊന്നുമില്ലാന്ന്. അങ്ങനെ അപ്പൊ ലോനപ്പേട്ട അപ്പൊ ധൈര്യത്തിനെ കുറിച്ച് പേടിന്ന് പറഞ്ഞതേ, ചില സമയങ്ങളിൽ നമ്മൾ പേടിക്കും. എത്ര ധൈര്യമുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഈ വീടിന്റെ, ഞങ്ങൾക്ക് ഇവിടെ വീടിന്റെ അവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വിജനമായ ഇതായിരുന്നു അല്ലേ, നമുക്ക് പേടി തോന്നിക്കുന്ന ഒരു ഏരിയ ഒറ്റ ആൾ പോലും ഇല്ലേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് പേടിയില്ലേ. അത് നമ്മൾ നിത്യമായിട്ട് പോണ ഒരു വഴിയാണെങ്കിൽ നമുക്ക് ഒരു ചുക്കും പേടിയില്ല. ഇപ്പൊ ആള് ഇവിടെ താമസായ സമയത്തും എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ചേട്ടൻ പുറത്ത് പോയി, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോഴും എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രേതം അങ്ങനെ ഭൂതം അങ്ങനത്തെ സംഭവങ്ങൾ അത് പേടിയില്ല. കള്ളന്മാര് അങ്ങനെ മനുഷ്യന്മാരെ പേടിണ്ടായിരുന്നുള്ളൂ നന്നായാലും. കള്ളന്മാര് വന്നാലും ഒന്നും ഇല്ല. അത് കാരണം അവർക്ക് പാവം തോന്നിയാലും തന്നിട്ട് പോകും. ഞങ്ങൾക്ക് പേടിന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഭയപ്പാട് തോന്നിയിരുന്ന കുറച്ച് നാളിട്ടാ. ആ കിണറ്റില് ഒരാള് മരിച്ചില്ലേ. അല്ല, അങ്ങോട്ട് പോകുമ്പോ ചിലപ്പോ ഇങ്ങനെ അല്ല അന്ന് ഇങ്ങനെ ഒരു ബോഡി കയറ്റണ സ്ഥലത്ത് ചേട്ടാ അവിടെ നിന്ന് പോന്നു. ഞാൻ അവിടെ നിന്നു, ഞാൻ കണ്ടു ബോഡി കയറ്റ. പേടിയോ തോന്നപ്പേണ്ട ഒരു കാര്യം പറയട്ടെ, തമാശല്ല, വെറുതെ രസം. അതായത് കമ്പനിയിൽ കുറേ പണിക്കാരുണ്ടല്ലോ. എല്ലാവരും കാലത്ത് ചോറും കൂട്ടാനും ആയിട്ടാണ് വരാം. കാലത്ത് പണിക്ക് വരുമ്പോൾ തന്നെ 8 മണിക്ക് പണിക്ക് കയറണമല്ലോ. 8 മണിക്ക് തന്നെ കമ്പനിയിൽ 100 ചില്ലറ പേരുണ്ട്. പണിക്ക് വരുമ്പോൾ എല്ലാവരും കാലത്ത് തന്നെ എന്തെങ്കിലും കൂട്ടാനൊക്കെ, ഉപ്പേരി കൂട്ടാനും ഇതൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ചോറായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചേരാനുള്ള ചോറൊക്കെ ഉച്ചയ്ക്കാണ് എത്താം. അതായത് അമ്മ മീൻ കൂട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കൂട്ടാനുകളൊക്കെ ആയിട്ട് നമ്മൾ ഉച്ചല്ല. അതായത് അപ്പോൾ ഈ 12:30 ഈ പണി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോറിന് ടൈമാണ്. ഈ സമയമാകുമ്പോൾ എല്ലാവരും
ലോനപ്പെണ്ണ് അവരവരെ ഇതിന് തിരിച്ച് കൂട്ടാൻ കൊടുക്കും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ ആ സമയത്താണ് അത് എല്ലാവരും തിന്നൊരു വിധം ലെവലാകുമ്പോൾ ഇങ്ങനത്തെ ലോനപ്പെട്ട തിന്ന് ലെവലാകുമ്പോഴാണ് നമ്മൾ സൈക്കിളുമേ ഈ നമ്മുടെ ഈ കൂട്ടാനായിട്ട് ചോറ് വരാം. അപ്പൊ ചെറിയാണെങ്കിൽ തിന്ന് നല്ല ആൾക്ക് പകുതി മീൻ കഷ്ണം ഇതൊക്കെ ആയിട്ട് ചാറ് കൂട്ടാനൊക്കെ ആയിട്ട് കൊടുക്കും. മറ്റവർക്കും ചാറ് കൂട്ടല്ലേ ഇത്. അതാണ്ട് കെട്ടി കഴിഞ്ഞാൽ പോലെ ലോനപ്പേട്ടൻ്റെ ഭാവന്മാരെ നിങ്ങളൊക്കെ കൊണ്ടിരുന്നത് എന്തുട്ടാ കങ്ങം പിടിച്ച കൂട്ടാനിടുന്ന അറിയും. അതിനില്ലാത്ത അതുവരെ കഴിച്ച സാധനങ്ങൾക്ക് ഇല്ലാത്ത കുറ്റമില്ല. അപ്പൊ പിന്നെ ഇത് സൂപ്പർ. അതെ ആള് ഈ കമ്പനി കഥ നിർത്തല്ലേ എനിക്ക് പോണം. അല്ല ഈ കമ്പനിക്ക് ഈ ഓട്ട് കമ്പനിക്ക് ഒരു കിണറുണ്ട് കേട്ടാ. ഒരു കിണറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി കിണറെന്ന് പറയും. കമ്പനി കിണറെന്ന് പറഞ്ഞാൽ ഭയങ്കര വട്ടുള്ള കിണറാണ്. ആ കിണറിൽ കിണറ്റിൽ നിന്നാണ് ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത്. ഒരിക്കലും പറ്റില്ല, അപ്പുറം വലിയ കിണറാ. അപ്പൊ അതിന് ഇതിങ്ങനെ ഓട് അടക്കടക്കടക്കായിട്ട് വെച്ചിട്ടേ ഇങ്ങനെ ഒരു തിണ്ടുണ്ട്. അപ്പൊ ഇത് കിണറിന്റെ തിണ്ടാണ് കേട്ടാ. ഇതിലെങ്ങനെ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിണറിന്റെ തുടിയുമിരിക്ക് കോരാം. ഒരു നേരിയ ഒരു ഇത് ഇങ്ങനെ കോരാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴോട്ട് കമ്മിയിലേക്ക് പോകുമല്ലോ. ഇതിലെങ്ങനെ സാധാരണ പോലെ നടന്നു പോകും. ഈ മനുഷ്യനെ നടക്കാന്നറിയോ, ഇതിലെ കാല് തെറ്റിക്കഴിഞ്ഞ് ഈ സാധനത്തിലേക്ക് വീഴും. ഇങ്ങനെ ഇതിലെങ്ങനെയായിട്ട് നടന്നിട്ട് ഇങ്ങനെ കൂളായിട്ട് നടന്നു പോകും. നമുക്ക് പേടിയോ ഈ ഭീകരമായി കിണർ കാണുമ്പോ. അപ്പൊ പലപ്പോഴും പറയും, ഇയാളോട് പറയും, പക്ഷെ ആള് വീണില്ലേ. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് ലോറിക്കാരനല്ലേ ഇയാൾ ഇതിൽ നടന്നു പോകണ കണ്ടിട്ട് അയാൾക്ക് ഇപ്പുറത്തോടെ സുഖമായിട്ട് നല്ല വീതിയുള്ള വഴിയുണ്ട് കിണറ്റിലേക്ക്. അയാൾ വെള്ളം കുടിക്കാണ്ടില്ല, ഓനപ്പേട്ടൻ പോകണ കണ്ടിട്ട് ഇതിന് പിന്നിക്കോടെ തന്നെ പോയി അയാൾ കിണറ്റിലേക്ക് വീണു. ലോറി ഡ്രൈവർ ഓട് കയറ്റി കൊണ്ടുവന്ന തമിഴ് ലോറി ഡ്രൈവർ അതിലേക്ക് വീണു. പിന്നെ അയാൾ എടുക്കാൻ കഷ്ടപ്പാട്. അങ്ങനെ ആൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഒന്നും പറ്റിയില്ലേ. ഇതിന് വലിയ കിണറ് വോണ്ടം കിണറിന് നിർത്തി. അപ്പൊ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷികമാണ് അല്ലേ, അങ്ങനെയല്ലേ പറയാ നമുക്ക്. നെവിൻ ഫെർണാണ്ടസ് അപ്പൊ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല. ഇനിയിപ്പോ ഇനി ചിലപ്പോ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പേടി തോന്നാം. അല്ല നമുക്ക് പേടി തോന്നുന്ന സമയങ്ങൾ പലപ്പോഴും ഉണ്ടാവാന്ന്. നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് പെരുമാറാണെങ്കിൽ നമുക്ക് അത്ര പേടി തോന്നില്ല. അപ്പൊ നിർത്താം നമുക്ക്. അങ്ങനെ ആളങ്ങനെ തമാശയില് പറഞ്ഞതാ. താമശ്ശേരി എനിക്കറിയാം. അവിടെ ഇനി ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ ഇപ്പൊ പരസ്യപ്പെടുത്തിയില്ലേ. ഇനിയിപ്പൊ അവിടെ നിന്ന് ഇനി നോട്ടം നമ്മുടെ നേർക്കുണ്ടാവും എന്നുള്ള പോലെ അങ്ങനെ തമാശയില് പറഞ്ഞത്. നമ്മുടെ ചാർലി ഇവിടെ കിടന്നുറങ്ങണം. ഇമ്മറാന്ന് നോക്കിയേ, ഇവിടെ കിടന്നുറങ്ങിട്ട് ഇടക്കണ്ണിട്ട് നോക്കിക്കണം. മതിയില്ലേ ഇമ്രാനെ? നമ്മള് കഥയൊക്കെ കുറെ പറഞ്ഞില്ലേ, നിർത്താല്ലേ? നിർത്താം. അപ്പൊ ഇനി ഇമ്രാനെ വിളിച്ച് ഇമ്രാൻ വരില്ല കേട്ടാ. ഇമ്രാൻ വിളിച്ചു വരുന്നോട്ടെ. ഇമ്രാൻ വാടി, സുന്ദരി വായോ, സുന്ദരം വായോ, ചക്കരക്കുട്ടി വായോ. വരില്ല. ഇനി നോക്കിയോളോട്ടെ, ഇനി അവൻ വരവ് നോക്കിയോളോട്ടാ. ചാർലിക്കുട്ട, ചക്കരക്കുട്ട, സുന്ദരി മണി, എവിടെയത് അണ്ടുട്ട ജീണേ, ചുണ്ടരൻ ഒങ്ങാണോ, ചുണ്ടരൻ ഒങ്ങാണോ. വരും നോക്കി. ഒന്നും അറിയാത്ത പോലെ വരുന്നുണ്ട. ചാർലിനെ ഒഴിയാൻ പാടില്ല. ഞാനിവിടെ കണ്ട ഇനിയിപ്പൊ ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പൊ അവൻ ഓടിയാൻ സമ്മതിക്കില്ല. ഞാൻ അവൻ ഓടിയാൻ സമ്മതിക്കില്ല. അതിന്റെ ഇടയിൽ കയറും. കണ്ട ഇതാണ് ഇവനെ വിളിച്ച ഞാൻ അവൻ വരില്ല. ഞാനിവിടെ ഉണ്ടെന്ന് കുശുംബൻ. അത് തന്നെയാണ് നിനക്ക് തിന്നാൻ തരുമ്പോ അവൻ വരുന്നത്. അപ്പൊ നിർത്താം.